യാത്ര തരുന്ന പാഠങ്ങൾ ഒരുപാട് വലുതാണെന്ന് തിരിച്ചറിവാണ് ഓരോ യാത്രകളും യാത്രകൾ ഇന്നും തുടരുകയാണ്. അപ്പോൾ നമ്മളുള്ളത് ബാംഗ്ലൂരാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ബാംഗ്ലൂരിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നേരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ വന്നേക്കുന്നത് നമ്മൾ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കാണാനാണ്. ശരിക്കും നല്ല പഴക്കമുള്ള ഏകദേശം 234 വർഷത്തോളം പഴക്കമുള്ളൊരു ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസാണ് ഈ കാണുന്നത്. ശരിക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള കാഴ്ചകളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്നത് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം അവരുടെ ലിപിയിൽ എഴുതി വെച്ചേക്കുന്നതാണ്. കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് പോകാനുള്ള ലൈനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ പഴയകാല, അതായത് സമ്മർ പാലസ് ആണ്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺട്രോളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അവരുടെ സൈറ്റിൽ കയറി മാത്രമേ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റൂ. ഒരു അഡൽട്ടിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പഴയ കാലത്തെ ആ ഒരു നിർമ്മിതിയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഡേറ്റ് ഇടങ്ങണ്ട, ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ This palace was commenced by Nawab Hyder Ali Khan and completed by Tipu Sultan. ഇതാണ് എത്ര വർഷമായിക്കണത് പഴക്കം? ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 234 വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ് ഇത് കാണുന്നത്. ആ ഒരു രാജഭരണകാലവും അതുപോലെ തന്നെ ആ പഴയകാല ചരിത്രമൊക്കെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഓർമ്മിക്കപ്പെടാൻ കഴിയുന്നുണ്ട്. ശരിക്കും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വളരെ താല്പര്യം തന്നെയാണ്. അതിനകത്തോട്ടൊക്കെ പ്രവേശനം അനുവദിക്കുന്നതല്ല. ഈ കാണുന്ന ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിന് 234 വർഷം പഴക്കമുണ്ട്. അതായത് 1791 ഇത് വർക്ക് കംപ്ലീറ്റ് ആയത്. അങ്ങനെ നോക്കുമ്പോൾ 234 വർഷത്തെ പഴക്കമാണ് നമ്മളിപ്പോൾ നിലവിൽ കാണുന്നത്. ഈ രാജാക്കന്മാരൊക്കെ മുകളിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളുമാണ്. ഇതൊരു കിളിവാതിൽ പോലെ സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ പോകുന്നത് വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് കാണിച്ചേക്കുന്നുണ്ട്. പാലസിനുള്ളിൽ ഈ താഴെയും മുകളിലുമായിട്ട് ചെറിയ ചെറിയ മുറികളൊക്കെ കാണാം. ആ മുറികളിലെല്ലാം പഴയകാല രാജഭരണകാലത്തെ ചിത്രങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. നമ്മളപ്പോൾ അതിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ ഫസ്റ്റ് കയറി വരുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ സർക്കിലുള്ള അതിൻ്റെ ഫോട്ടോ എക്സിബിഷൻ ഹാളാണ് കാണുന്നത്. അതിനുവേണ്ടി വർക്ക് ഹെറിറ്റേജ് മോണ്യുമെൻറ്റ്സ് പോലെ ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് അത്. ആഗ്ര ഫോർട്ടും അങ്ങനെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണാം. അജന്ത കേവ് മഹാരാഷ്ട്രയിലാണ്. അത് ഭൂമിക്കടിയിലൂടെ കേവ് പോലെ ചെയ്തിട്ട് സംഭവം. എല്ലോറ, അജന്ത എല്ലോറ നമ്മൾ പഠിച്ചില്ല ഹിസ്റ്ററിയിൽ. ഇത് എല്ലോറ. ഇത് മഹാബലിപുരം, തമിഴ്നാട്. പോകണമെന്ന് വിചാരിച്ചിരിക്കണേ, ദൂരമുണ്ട്. ഇത് മഹാരാഷ്ട്രയിൽ. ഉത്തർപ്രദേശിലെ ആഗ്ര ഫോർട്ട്. ഫത്തഫോർ സിക്രി, ഉത്തർപ്രദേശ്. ഇത് ഉത്തർപ്രദേശിലെ താജ്മഹൽ പട്ടികയിൽ ഇടം വന്നത്. ഇത് റെഡ് ഫോർട്ടാണ് ഡൽഹിയിലെ. ഇത് വന്നിട്ട് ചർച്ചസ് ആൻഡ് കൺവെൻറ്റ്സ് ഓഫ് ഗോവ. ഇത് ജന്തർ മന്ദർ ജയ്പൂർ. ഹംപി പോകണമെന്ന് പറഞ്ഞില്ലേ, ഹംപി. ഹനുമാൻ ടോംബ് ഡൽഹി. ഗ്രേറ്റ് ഷോള ലീവിങ് ടെമ്പിൾസ് തമിഴ്നാട്. ഇതേന്നറിയാമോ? ഇത് നമ്മൾ പോയിട്ടുണ്ട്. ബ്രിക്കന്മാരുടെ കാലത്തിലെ ടെമ്പിൾസാണത്. ഇത് വന്നിട്ട് അതും അവരുടെ കൺട്രോളിലാണ്. ഇത് പത്താൻ ഗുജറാത്തിലുള്ള സ്റ്റെപ്പ് വാൾ. ഇത് ബുദ്ധിസ്റ്റ് മോണുമെൻ്റ് ഓഫ് സാഞ്ചി, മധ്യപ്രദേശിലുള്ള ഒരു ബുദ്ധിസ്റ്റിൻ്റെ മോണുമെൻറ്റ്സ് ആയിട്ട് നളന്ദ മഹാവീര. ഇത് ബീഹാറിലാണ്. ഇതും ബീഹാറിലാണ്. മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ്. ഇത് ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ്. ഇത് കർണാടക. ഇത് ഇവിടെ തന്നെയാണുള്ളത്. ചമ്പനീർ ഗുജറാത്ത്. മധ്യപ്രദേശിലെ ഹിൽ ഫോർട്ട് ഓഫ് രാജസ്ഥാൻ. ഇതിവിടെ രാജസ്ഥാനിലുള്ളത്. കുത്തബ് മിനാർ ഡൽഹി. അഹമ്മദാബാദ്. ജയ്പൂർ സിറ്റി രാജസ്ഥാൻ. വിക്ടോറിയൻ ഗൊത്തിക്ക് മുംബൈ. ഹാരപ്പ സംസ്കാരം കുഴിച്ചെടുത്ത ഗുജറാത്ത്. മധ്യപ്രദേശിലെ ഏതോ റോക്ക് ഷെൽട്ടർ ബിൻകെട. ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതെന്ന് മനസ്സിലായ സൺ ടെമ്പിൾ കൊണാർക്കിലാണ്, ഒറീസയിലെ. അതെനിക്കറിയാം. കേശവ ടെമ്പിൾ സോമനാഥ് മൈസൂർ ഡിസ്ട്രിക്ട്. ഇത് നമ്മൾ പോകുമ്പോൾ കാണും കേശവ ടെമ്പിൾ മൈസൂർ പോകുമ്പോൾ. ഇത് മൈസൂർ തന്നെയാണ്. ഇതും എല്ലാം കേശവ ടെമ്പിൾ തന്നെ. ആസാം
ഇത് മറ്റേ ഇല്ലേ ആസാമിലെ കാശിരംഗ നാഷണൽ പാർക്ക്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം. ഇത് ഇങ്ങനെ കുഴിച്ചെടുത്തത്, പഴയ കാലങ്ങളിലെ സംഭവങ്ങളെല്ലാം കുഴിച്ചെടുത്തത്. ഓക്കെ, പഴയകാല രാജാക്കന്മാരുടെയൊക്കെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ സ്റ്റെപ്പിലൂടെ നമ്മൾ കയറുകയാണ്. ടച്ച് ചെയ്യല്ലെന്ന് ഫോട്ടോ എടുക്കാല്ലേ. പഴയ കുമ്മായക്കെട്ടാണ് ഇതൊക്കെ. ടച്ച് ചെയ്ത് നശിപ്പ്. ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കാത്ത കുറേ എണ്ണം. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടാ? ഇത് അടച്ചേക്കാണ്. ഇതൊക്കെ അടച്ചേക്കണം. അങ്ങനെ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും കൈവരി പിടിക്കലെന്നൊക്കെയാണ് ആശ പറയുന്നത്. എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ദാ പോകുന്നു തത്തന. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം സമ്മർ പാലസിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത്, ഇവിടെ നിന്ന് വീണ്ടും ഓട്ടോ എടുത്ത് തന്നെയാണ് പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂർ ഫോർട്ട് എന്നറിയപ്പെടുന്ന ഡങ്കൻ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ല പഴക്കമുള്ളൊരു ഫോർട്ട് തന്നെയാണിത്. ഒരു ചെറിയ ഫോർട്ടാണ്, ഒരുപാട് വലുതൊന്നുമല്ല. ഫോർട്ടിലേക്ക് കയറി പോകുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളും വെച്ച് നല്ല ക്രൗഡി ഏരിയ ആണ് ഈ കാണുന്നത്. ഏകദേശം 550 വർഷത്തിന് മുകളിൽ പണികഴിപ്പിച്ച ഒരു കോട്ടയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1510 ഇത് നിർമ്മിച്ചിരിക്കുന്നതാണ് കണക്ക് പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ തന്നെയാണ് ഈ ഒരു ഫോർട്ടും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു അതൊക്കെ. ഇത് തന്നെയായാലും ആ ഫോർട്ടിലെ നിർമ്മിതിയും കാര്യങ്ങളൊക്കെ വളരെ അതിശയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. എത്ര വർഷം പഴക്കം? 1510. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കേട്ടോ. വിജയനഗര എംപയർ ബിൽറ്റ് എ മഡ് ഫോർട്ട്. മണ്ണുകൊണ്ടുള്ള ഫോർട്ടാണ്. ലെയ്ഡ് ഫ്രം ഫൗണ്ടേഷൻ ബിൽഡിംഗ് ടൗൺഷിപ്പ് വിച്ച് ആഫ്റ്റർ ദ. എൻ്റെ പൂനെ ഈ കോട്ടയുടെ ഡോർ നിങ്ങൾ കണ്ടോ? ഇട്ടുക്കാൻ മേത്തൊരു ഭയങ്കര സാധനം. അങ്ങോട്ടൊന്ന് കയറ്റിവിടില്ലേ? എന്തോരം കല്ലായിരിക്കുമല്ലേ ഈ കോട്ടയ്ക്ക് വേണ്ടി.
തൊട്ട് ബാക്ക് സൈഡിൽ വേറെ ഡോറുണ്ട്. 2 ഡോറാണ് വരുന്നത് കോട്ടയ്ക്ക്. അപ്പോൾ ഇതിവിടെ ക്ലോസ്ഡാണ്. ഇവിടെ ഇതുപോലെ തന്നെ അകത്തേക്ക് കയറാനുള്ള സംഭവമുണ്ട്. എല്ലായിടത്തും ചുമരിലൊക്കെ കുത്തിക്കുറിച്ച് പറിച്ച് നശിപ്പിച്ച് വെച്ചേക്കാണ്. See? അങ്ങനെ ഓൾഡ് ഡങ്കൻ ഫോർട്ട് എന്ന ബാംഗ്ലൂർ ഫോർട്ടിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ പോകുന്നത് വീണ്ടും ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് തന്നെയാണ് പോകുന്നത്. ഓട്ടോ എല്ലാം ശരിക്കും നമ്മൾ ഊബർ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്, ആപ്പ് വഴി. അതാകുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ്. ബാംഗ്ലൂർ എന്നൊരു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അല്ലാണ്ട് ഓട്ടോയോ ടാക്സിയോ വിളിക്കാതിരിക്കുക. ഊബർ പോലുള്ള ആപ്പ് മുഖാന്തരം തന്നെയാണ് വിളിക്കേണ്ടത്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് നേരെ പോകുന്നത് ബാംഗ്ലൂർ പാലസ് കാണാനാണ്. ശരിക്കും മൈസൂർ പോയാൽ മൈസൂർ പാലസ് എന്ന് പറയുന്ന പോലെ ബാംഗ്ലൂർ പോയാൽ ഞാൻ പറയും ശരിക്കും മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച ബാംഗ്ലൂർ പാലസാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അതിനകത്ത്. അല്പം എക്സ്പെൻസീവാണ് ടിക്കറ്റ് ചാർജ്. എന്ത് തന്നെയായാലും അതിനകത്ത് കയറിയാൽ ആ ഒരു കൊടുക്കുന്ന കാശിനുള്ള മൂല്യമുണ്ട്. ശരിക്കും ആ ഒരു പഴയകാല രാജഭരണകാലത്തെ നിർമ്മിതിയും എടുത്തു പറയത്തക്ക സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് അതിനകത്തൊരു സ്റ്റെയർ ഉണ്ട്. അതിമനോഹരമായ സംഭവമാണത്. ഒരു തടിയെ നിർമ്മിച്ചൊരു സ്റ്റെയർ. ശരിക്കും അതിനകത്ത് വീഡിയോയോ ഫോട്ടോയോ ഒന്നും നമുക്ക് എടുക്കാൻ അനുവാദമില്ല. എന്ത് തന്നെയായാലും അതിനകത്തുള്ള കാഴ്ചകൾ വളരെ മനോഹരം തന്നെയായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ചുറ്റിക്കറങ്ങി പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അന്നത്തെ ദിവസം പിന്നീട് പോകുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. ശരിക്കും തുണിയും മറ്റു ഫാൻസി ഐറ്റംസ് എല്ലാം വളരെ തുച്ഛമായ നിരക്കിൽ ലഭിക്കുന്ന ഒരു ബാംഗ്ലൂരിലെ ഒരു ഏരിയയാണ് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒത്തിരി ഡ്രസ്സുകൾ നമുക്ക് ലാഭമായി തന്നെ വാങ്ങാൻ അവിടെ നിന്ന് കഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ആ ഒരു ദിവസം കൂടി അവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം, അതായത് ഇനി വരുന്ന ദിവസം നമ്മൾ പോകുന്നത് ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഇച്ചിരി വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. യാത്ര തരുന്ന പാഠങ്ങൾ അതൊരുപാട് വലുതാണെന്ന് തിരിച്ചറിവാണ് ഓരോ യാത്രകളും. യാത്രകൾ തുടരുകയാണ്. കൂടെ കാഴ്ചകളും. നന്ദി.